രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം. അനന്തരം എലീശ താൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീയോട്, നീ നിന്റെ ഭവനവും പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തുകൊള്ളുവീൻ. യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു, അത് 7 സംവത്സരം ദേശത്തുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു. അവളും ഭവനവും ഫെലിസ്ത്യദേശത്ത് പോയി 7 സംവത്സരം പരദേശവാസം ചെയ്തു. 7 സംവത്സരം കഴിഞ്ഞിട്ട് അവൾ ഫെലിസ്ത്യദേശത്ത് നിന്ന് മടങ്ങി വന്നു. പിന്നെ അവൾ തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിപ്പാൻ ചെന്നു. അന്നേരം രാജാവ് ദൈവപുരുഷൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട് സംസാരിക്കയിൽ, ഏലീശ ചെയ്ത വൻ കാര്യങ്ങളെയൊക്കെയും നീ എന്നോട് വിവരിച്ചു പറക എന്ന് കൽപ്പിച്ചു. മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ ഗേഹസി, യജമാനനായ രാജാവേ, ഇവൾ തന്നെ ആ സ്ത്രീ, ഏലീശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിൻ്റെ ആദായം അവൾക്ക് കൊടുപ്പിക്കണമെന്ന് കൽപ്പിച്ചു. അനന്തരം ഏലീശ ദമ്മേശേക്കിൽ ചെന്നു. അന്ന് അരാം രാജാവ് ബെൻഹദദ് ദീനം പിടിച്ചു കിടക്കുകയായിരുന്നു. ദൈവപുരുഷൻ വന്നിട്ടുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. രാജാവ് ഹസായേലിനോട് ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്ന് കണ്ട്, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് അവൻ മുഖാന്തരം യഹോവയോട് ചോദിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ഹസായേൽ ദമ്മേശെക്കിലെ വിശേഷ വസ്തുക്കളിൽ നിന്നൊക്കെയും എടുത്ത് 40 ഒട്ടകച്ചുമടുമായി അവനെ ചെന്ന് കണ്ട് അവൻ്റെ മുമ്പിൽ നിന്നു. നിന്റെ മകൻ അരാം രാജാവായ ബെൻഹദദ് എന്നെ നിന്റെ അടുക്കൽ അയച്ചു, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് ചോദിക്കുന്നെന്ന് പറഞ്ഞു. അതിന് ഏലീശ, നീ ചെന്ന് അവനോട്, നിനക്കും നിശ്ചയമായിട്ട് സൗഖ്യം വരുമെന്ന് പറക, എന്നാൽ അവൻ നിശ്ചയമായി മരിച്ചു പോകുമെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവന് ലജ്ജ തോന്നുവോളം അവൻ കണ്ണു പറിക്കാതെ അവനെ ഉറ്റുനോക്കി. ദൈവപുരുഷൻ കരഞ്ഞു. യജമാനൻ കരയുന്നത് എന്തെന്ന് ഹസായേൽ ചോദിച്ചതിനവൻ, നീ ഇസ്രായേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നത് കൊണ്ട് തന്നെ. നീ അവരുടെ ദുർഗങ്ങളെ തീയിട്ട് ചുടുകയും അവരുടെ യൗവനക്കാരെ വാൾകൊണ്ട് കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഈ മഹാകാര്യം ചെയ്യുവാൻ നായായിരിക്കുന്ന അടിയൻ എന്തുമാത്രമുള്ളൂ എന്ന് ഹസായേൽ പറഞ്ഞതിന് ഏലീശ, നീ അരാമിൽ രാജാവാകുമെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നെന്ന് പറഞ്ഞു. അവൻ ഏലീശയെ വിട്ട് പുറപ്പെട്ട് തൻ്റെ യജമാനൻ്റെ അടുക്കൽ വന്നപ്പോൾ, ഏലീശ നിന്നോട് എന്തു പറഞ്ഞെന്നവൻ ചോദിച്ചു. നിനക്ക് നിശ്ചയമായി സൗഖ്യം വരുമെന്ന് അവൻ അവനോട് പറഞ്ഞു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പിറ്റേന്നാൾ അവനൊരു കമ്പിളിയെടുത്ത് വെള്ളത്തിൽ മുക്കി അവൻ്റെ മുഖത്തിട്ടു. അതിനാൽ അവൻ മരിച്ചുപോയി. ഹസായേൽ അവന് പകരം രാജാവായി തീർന്നു. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ മകനായ യോരാമിൻ്റെ 5-ാം ആണ്ടിൽ യഹോഷാഫാത്ത് യഹൂദയിൽ രാജാവായിരിക്കുമ്പോൾ തന്നെ യഹൂദ രാജാവായ യഹോഷാഫാത്തിൻ്റെ മകൻ യഹോരാം രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണു. ആഹാബിൻ്റെ മകൾ അവന് ഭാര്യയായിരുന്നതുകൊണ്ട് അവൻ ആഹാബിൻ്റെ ഗ്രഹം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എങ്കിലും യഹോവ തൻ്റെ ദാസനായ ദാവീദിനോട് അവനും അവൻ്റെ മക്കൾക്കും എന്നേക്കും ഒരു ദീപം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതുകൊണ്ട് അവൻ്റെ നിമിത്തം യഹൂദയെ നശിപ്പിപ്പാൻ തനിക്ക് മനസ്സായില്ല. അവൻ്റെ കാലത്ത് എദോമ്യർ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു. അപ്പോൾ യഹോരാം സകല രഥങ്ങളുമായി സായിരിലേക്ക് ചെന്നു. എന്നാൽ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏദോമ്യരെയും രഥനായകന്മാരെയും തോൽപ്പിച്ചു. ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഏദോമ്യർ യഹൂദയുടെ മേലധികാരത്തോട് ഇന്നുവരെ മത്സരിച്ച് നിൽക്കുന്നു. ആ കാലത്ത് തന്നെ ലിബ്നയും മത്സരിച്ചു. യഹോരാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോരാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ മകൻ യോരാമിൻ്റെ 12-ാം ആണ്ടിൽ യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അഹസ്യാവ് രാജാവായി. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 22 വയസ്സായിരുന്നു. അവനൊരു സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അദല്യ എന്നു പേർ. അവൾ ഇസ്രായേൽ രാജാവായ ഉമ്രിയുടെ പൗത്രിയായിരുന്നു. അവൾ ആഹാബ് ഗ്രഹത്തിൻ്റെ വഴിയിൽ നടന്ന് ആഹാബ് ഗ്രഹം ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ ആഹാബിൻ്റെ ഗ്രഹത്തോട് സംബന്ധമുള്ളവനായിരുന്നുവല്ലോ. അവൻ ആഹാബിൻ്റെ മകനായ യോരാമിനോടുകൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് അരാം രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യുവാൻ പോയി. എന്നാൽ അരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു. അരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമയിൽ വെച്ച് അരാമ്യർ തന്നെ വെട്ടിയ മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോയി. ആഹാബിൻ്റെ മകനായ യോരാം രോഗിയാകൊണ്ട്
യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അഹസ്യാവ് ഇസ്രായേലിൽ അവനെ കാണുവാൻ ചെന്നിരുന്നു.